ഹായ് എവരിവൺ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ കെമിക്കൽ കൈനറ്റിക്സ് എന്ന വീഡിയോ നമ്മൾ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് പറഞ്ഞിരുന്നു. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്, എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ടു ടൈപ്സ് ഓഫ് റേറ്റ്സ്, ദാറ്റ് ഈസ് ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുകൂടി പറഞ്ഞിരുന്നു. അതൊന്നുകൂടി പറയുകയാണ്. നമ്മള് ഒരു റിയാക്ഷൻ കോൺസെൻട്രേഷൻ അഗൈൻസ്റ്റ് ടൈം നമ്മൾ പ്ലോട്ട് ചെയ്ത ഫോർ എ reactant we get a figure like this, a graph like this. റിയാക്ടൻസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ കർവ് കിട്ടും. പ്രോഡക്റ്റ് ആണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടും. പ്രോഡക്ട്സ് ആണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ആണ് നമ്മൾ ടൈമിനെതിരെ പ്ലോട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടും. അപ്പൊ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മളത് പറഞ്ഞിരുന്നു, രണ്ട് വ്യത്യസ്ത ടൈം ഇന്റർവെലുകൾക്കിടയിലുള്ള റേറ്റ് ആണ്, ബിറ്റ്വീൻ T1 ആൻഡ് T2. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ T1 നമുക്ക് സപ്പോസ് 10 സെക്കൻഡ് ആൻഡ് 20 സെക്കൻഡ് ഫോർ എക്സാമ്പിൾ. T1 is equal to 10, T2 is equal to 20. Then T1 ൽ അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നോക്കുക. So we get, suppose it is R1, the concentration of reactant R1, so like this, square bracket in the concentration. Then T2 ന് corresponding ആയിട്ടുള്ള concentration നോക്കുക. Suppose it is R2. Then difference ആണ്, രണ്ടിന്റെ ഡിഫറൻസ്, that is T2 minus T1, just put it as delta T, and R2 minus R1, just put it as delta R. And നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, റേറ്റ് എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ആണ്. സോ റേറ്റ് ഈക്വൽ ടു, ദാറ്റ് ഈസ് റേറ്റ് ആവറേജ്, rate average, or we put it as rate average, which is equal to delta R divided by delta T. And we put a negative, we already get a negative sign here. So we get the average rate of the reaction between this time period. അപ്പൊ ഈ ഒരു സമയത്തിന്റെ ഇടയ്ക്കുള്ള T1 T2 ടൈം ഇന്റർവെല്ലിലുള്ള ഒരു റേറ്റ് നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് വാട്ട് ഈസ് ആവറേജ് റേറ്റ്. അപ്പൊ രണ്ട് സമയം മാത്രം നമുക്ക് കിട്ടിയാൽ മതി, കോൺസെൻട്രേഷൻ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി രണ്ട് കോൺസെൻട്രേഷൻ രണ്ട് ടൈം തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ഡിഫറൻസ് കണ്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് 15ാമത്തെ സെക്കൻഡിലുള്ള, ദാറ്റ് ഈസ് ഈ സമയത്തുള്ള ഒരു ടൈം ഇന്റർവെൽ അല്ല, അറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള റേറ്റ് ആണ് ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ 15ാമത്തെ സെക്കൻഡിലുള്ള, സപ്പോസ് ഇറ്റ് ഈസ് T, അവിടെയുള്ള റേറ്റ് ആണ് നമുക്ക് ആവശ്യം. നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റില്ല, കാരണം ഒരൊറ്റ കോൺസെൻട്രേഷൻ മാത്രമേ ഉള്ളൂ, ഒരു ടൈം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡിഫറൻസ് കണ്ടിട്ട് ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ സംബന്ധിച്ച് നമ്മൾ അവിടെ ഒരു ടാൻജന്റ് വരക്കും. ഒരു ടാൻജന്റ് വരച്ചിട്ട് അതിന്റെ സ്ലോപ്പ് കാണും. ഓക്കെ, സോ വി ഗെറ്റ് dx by dt. The slope is equal to rate. Slope of that tangent gives the rate of reaction. ഇത് ഓർത്തോണം, ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ കേസിലാണ്. അപ്പൊ ഫുൾ ഗ്രാഫ് നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഇത് നമുക്ക് രണ്ട് ടൈമും രണ്ട് കോൺസെൻട്രേഷന്റെ ആവറേജ് റേറ്റ് ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് കണ്ടെത്താം. ഇതേപോലെ തന്നെ പ്രോഡക്ട്സിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം?
ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കണ്ടുപിടിക്കാം. ഓക്കെ, അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ തന്നെ പറയാനുള്ളൊരു കാര്യം, റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം, ചേഞ്ച് ഇൻ concentration difference by time, and we know the unit of concentration എന്താണ്? മോൾ പെർ ലിറ്റർ. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണ്. ടൈമിന്റെ യൂണിറ്റ് നമ്മളുടെ സെക്കൻഡ് ആയിട്ട് എടുക്കുന്നു. സോ ദ യൂണിറ്റ് ഓഫ് റേറ്റ് equal to മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ്. അതാണ് നമ്മളുടെ റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യം, ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് പർട്ടിക്കുലർ റിയാക്ഷൻ. അത് നമുക്ക് അറിയാവുന്നതിനുണ്ട്. കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും റേറ്റിനെ സ്വാധീനിക്കും. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യും, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും, ഇനർട്ട് ഗ്യാസിന്റെ പ്രസൻസ് ഇൻഫ്ലുവൻസ് ചെയ്യും, സർഫസ് ഏരിയ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരുപാട് ഘടകങ്ങള് റേറ്റ് ഓഫ് റിയാക്ഷനെ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. How concentration influence the rate of reaction. Influence of concentration on reaction rate of reaction. ഇത് നമുക്കറിയാം, റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ടൻസിന്റെ മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് സംഭവിക്കുന്നതാണ് അല്ലെ. Reaction will take place when reactant molecules undergo collision. അല്ലെങ്കിൽ കൊളീഷൻ ആണ് റിയാക്ഷന് കാരണം എന്ന് പറയാം. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഒരു നിശ്ചിത വോളിയത്തിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുക. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിയാൽ തീർച്ചയായിട്ടും നമ്പർ ഓഫ് കൊളീഷൻസ് കൂടും. ഉറപ്പല്ലേ? കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന തോറും അവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സംഘട്ടനത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ കൂടുതൽ സംഘട്ടനം, കൂടുതൽ കൊളീഷൻ നടക്കും. കൂടുതൽ കൊളീഷൻ നടന്നാൽ റേറ്റ് കൂടുന്നതാണ്. ഓക്കെ, സോ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സംഘട്ടനം, കൂടുതൽ കൊളീഷൻ നടക്കുക. കൂടുതൽ കൊളീഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ റിയാക്ഷൻ നടക്കുക. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുക, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുക പറഞ്ഞാൽ നമ്പർ ഓഫ് കൊളീഷൻസ് കൂടുക, നമ്പർ ഓഫ് കൊളീഷൻസ് കൂടിയാൽ റേറ്റ് കൂടുക. ദാറ്റ് ഈസ് ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇൻക്രീസസ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. Why? As the concentration increases, number of particles increases. As the number of particles increases, number of collisions per unit time increases. When number of collisions increases, rate of reaction will obviously increase. So, rate of reaction is proportional to concentration. Molar concentration. നമ്മൾ ഇതിനെ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്. ഒരു റിയാക്ഷന്റെ റേറ്റ് അതിനകത്തുള്ള റിയാക്ടൻസിന്റെ മോളാർ കോൺസെൻട്രേഷൻ അനുപാതത്തിലായിരിക്കും. അതാണ് നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ലോ ഓഫ് മാസ് ആക്ഷൻ. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ട് റിയാക്ഷൻ പ്രോഡക്ട്സ്, ഇതിനെ സംബന്ധിച്ചിടത്തോളം റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇപ്പൊ എ മാത്രമേ ഉള്ളൂ എങ്കിൽ
എ മാത്രം പ്രോഡക്റ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ. ഇനി എ പ്ലസ് ബി പ്ലസ് സി മൂന്ന് റിയാക്ടൻസ് ഉണ്ട് പ്രോഡക്റ്റ് ആവുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു concentration of A into concentration of B into concentration of C. The product of the molar concentration of each reactant. Okay. ഇനി ഇവിടെ പൊതുവെ നമ്മൾ റേറ്റ് എഴുതുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യും. The concentration terms, that is concentration of A, concentration of B or concentration of C, like that. That concentration term is raised to some power. That is A raised to X, B raised to Y, or here it is simply there is only one reactant, so we put as concentration of A raised to X to the power X, and here A to the power X, B to the power Y, and C to the power Z. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി പ്രത്യേകിച്ച് ഓർത്തുക, ഈ ഒരു പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതാവാം, ചിലപ്പോൾ എല്ലാവർക്കും ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ 2A plus B gives P product. That is 2 moles of A and 1 mole of B react together to form a product P. And the stoichiometric coefficient of A is 2 here and that of B is 1. Okay. അപ്പൊ ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് 2 ഉം ബിയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. അതുകൊണ്ട് നമ്മൾ എയുടെ പവർ 2 ഉം ബിയുടെ പവർ 1 ആയിട്ടൊന്നും എഴുതുന്നില്ല. നമ്മൾ എക്സ് ആൻഡ് വൈ എന്ന് എഴുതുന്നു. എക്സ് ഒരു പക്ഷേ 2 ആവാം, ചിലപ്പോ അത് 2 അല്ലാതിരിക്കാം. അതേപോലെ തന്നെ വൈ എന്ന് പറയുന്നത് 1 ആവാം, ഈ കേസിൽ ചിലപ്പോ അത് 1 അല്ലാതാവാം. അപ്പോ ഇവിടെ ഇട്ടിരിക്കുന്ന പവർ റേറ്റ് എഴുതുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന പവർ എന്താണ്? എക്സ്പെരിമെന്റൽ ആയിട്ട് നമുക്ക് ഇട്ടിരിക്കുന്ന ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ആ പവർ കണ്ടത്. അല്ലാതെ ഈ ഒരു ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് അല്ല ഇടുന്നത്. ഓർത്തോണം, നമ്മുടെ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ ഫോർ എക്സാമ്പിൾ 2NO plus O2 gives 2NO2. ഇവിടെ ഇതിന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാണ്? 2 ആണ്. ഓക്സിജന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ബാലൻസ്ഡ് ഇക്വേഷനിലെ കോഎഫിഷ്യന്റ് 1 ആണ്. അതേപോലെയാണ് 2A plus B ഫോർ എക്സാമ്പിൾ. പക്ഷെ നമ്മൾ അത് റേറ്റ് എഴുതുമ്പോൾ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ A raised to X B raised to Y എന്ന് എഴുതുന്നു. എക്സും വൈയും മാത്രമാണ് എഴുതുന്നത്, അല്ലാതെ 2 1 അങ്ങനെ എഴുതുന്നില്ല. കാരണം എക്സ് വൈ എന്നിവ ബാലൻസ്ഡ് ഇക്വേഷനിൽ എന്താണോ ഉള്ളത് അത് തന്നെ, ബാലൻസ്ഡ് ഇക്വേഷനിലെ കോഎഫിഷ്യന്റ് എന്താണോ അത് തന്നെ ആവണം നിർബന്ധം. അതാവാം, ആവൂല എന്ന് നമ്മൾ പറയുന്നില്ല, ഒരിക്കലാവില്ല നമ്മൾ പറയുന്നില്ല, അതാവാം. ചിലപ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു വാല്യൂ ആവാം. അപ്പം ജനറൽ ആയിട്ട് നമ്മൾ എക്സ് ആൻഡ് വൈ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ അത് പറയുന്നതിന് റേറ്റ് ഇക്വേഷൻ പറയുന്നതിന് we can replace this as R is equal to K into A raised to X into B raised to Y. ജനറലി ഞാൻ ഇത് തൽക്കാലമായിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇടാം R is equal to K and here also R equal to K. That is, we are replacing the proportionality by a constant and this K is called rate constant. K is called rate constant. Okay, നമ്മുടെ rate constant എന്ന് പറയും. Okay, so the proportionality in this equation is replaced by constant K and is known as rate constant. ഇവിടെ this equation it is called rate equation or rate law. നമ്മുടെ ഇക്വേഷൻ നമ്മൾ റേറ്റ് ഇക്വേഷൻ ഓർ റേറ്റ് ലോ എന്ന് പറയും. ഓക്കെ, റേറ്റ് ഇക്വേഷൻ ഓർ റേറ്റ് ലോ. ഇൻ ദിസ് കേസ് ഇവിടെ നമുക്ക് റേറ്റ് ഈസ് ഈക്വൽ ടു K into
concentration of NO to the power 2 and concentration of O2 to the power 1. ഇതേ സംബന്ധിച്ച റേറ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. റൈറ്റ്? ഇവിടെ കാരണം എന്ന് വെച്ചാൽ അതിന്റെ പവർ എക്സ്പെരിമെന്റലി 2 തന്നെയാണെന്ന് കണ്ടെത്തുന്നുണ്ട്. റൈറ്റ്? ഓക്കെ, ഞാൻ തിരിച്ചു വരാം. അപ്പൊ എന്താണ് റേറ്റ് ഇക്വേഷൻ അഥവാ റേറ്റ് ലോ എന്ന് പിടികിട്ടി. ഇതാണ് ഇതിന്റെ റേറ്റ് ഇക്വേഷൻ അഥവാ റേറ്റ് ലോ എന്ന് പറയുന്നത്. ആൻഡ് കേസ് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Suppose molar concentration of A, first reactant is 1 and that of B is also 1. Then what happened? R equal to K. R equal to K itself. When concentration of A equal to 1 and B also equal to 1, then R is equal to K. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം റേറ്റ് കോൺസ്റ്റന്റ്? റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റിയാക്ടൻസിന്റെ മോളാർ കോൺസെൻട്രേഷൻ 1 ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ദ റിയാക്ഷൻ തന്നെയാണ്. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റിയാക്ടൻസിന്റെ മോളാർ കോൺസെൻട്രേഷൻ 1 ആയിരിക്കുമ്പോൾ എന്താണോ റേറ്റ് അത് തന്നെയാണ് റേറ്റ് കോൺസ്റ്റന്റ്. സോ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ when molar concentrations of the reactants is taken as unity. Rate of the reaction is defined as the rate of the reaction when molar concentrations of the reactants is taken as unity, is taken as 1. Okay, അപ്പോൾ molar concentration 1 ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന റേറ്റ്, അല്ലെങ്കിൽ 1 molar concentration ഉള്ള റിയാക്ടൻസിന്റെ റേറ്റ് എത്രയാണോ അതിന് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയാം. ഓക്കെ, തിരിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു റേറ്റ് ഇക്വേഷൻ റേറ്റ് ലോ എക്സ്പ്രഷനിൽ എക്സ് ആൻഡ് വൈ എന്ന് ഞാൻ പറയും. പവർ എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ ആണ്. ആൻഡ് ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് പ്രസന്റ് ഇൻ ദ ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഒരു റിയാക്ഷന്റെ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള കോഎഫിഷ്യന്റിന് തുല്യമാവണമെന്ന് നിർബന്ധമില്ല, തുല്യമാവാം ആവാതിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. കാരണം റേറ്റ് എന്താണ്? എക്സ്പെരിമെന്റൽ ആണ്. റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. റേറ്റ് what is rate? The speed of the reaction with which it completes or it proceeds. അപ്പോ അത് എക്സ്പെരിമെന്റൽ ആണ്. നമുക്ക് റേറ്റ് എക്സ്പെരിമെന്റൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ ഒരു ബാലൻസ് ഇക്വേഷൻ പറഞ്ഞാൽ നമുക്ക് എക്സ്പെരിമെന്റിന്റെ ആവശ്യമില്ല. റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബാലൻസ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ണും കൂട്ടി എഴുതും. 2H2 plus O2 gives 2H2 അല്ലെ. അപ്പൊ ബാലൻസ് ഇക്വേഷൻ ചെയ്യാൻ നമുക്ക് എക്സ്പെരിമെന്റിന്റെ ആവശ്യമില്ല. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആ കെമിക്കൽ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും തുല്യ നമ്പർ ആണോ, നമ്പർ ഓഫ് ആറ്റംസ് ആണോ എന്ന് മാത്രമേ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ. അവിടെ എക്സ്പെരിമെന്റിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷെ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ആ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ടേം ഏതായാലും ശരി അതും എക്സ്പെരിമെന്റൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പോ നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേ തന്നെ ഇക്വേഷൻ ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ A.5 ഫസ്റ്റ് ടൈം A.5 എടുത്തു, B 0.5 എടുത്തു, റേറ്റ് സപ്പോസ് 0.025 ഫോർ എക്സാമ്പിൾ. നമുക്ക് ഏതാണെങ്കിൽ എഴുതാം, ഡസന്റ് മാറ്റർ. റൈറ്റ്. ഇനി നമ്മള് ബിയുടെ കോൺസെൻട്രേഷൻ 0.5 ആയി വെച്ചു, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി. റൈറ്റ്, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി. അപ്പൊ നമുക്ക് സിംപ്ലി എക്സ് കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയപ്പോ ദാറ്റ് മീൻസ് ഹിയർ ഇറ്റ് ഈസ് represented as A, it is B, it's again B, but it is 2A. We are doubling the concentration, double ആക്കുന്നു. അപ്പോ
ഈ ഒരു റേറ്റ് 4 മടങ്ങ് കിട്ടും. 4 മടങ്ങ്. റൈറ്റ്? 4 മടങ്ങ് കിട്ടും. ഇനി ഇത് 3a ആക്കുമ്പോൾ 3 ആക്കുമെന്ന് പറഞ്ഞാൽ എയുടെ 3 ടൈംസ്, ദാറ്റ് ഇസ് 1.5 ആക്കുമ്പോൾ അപ്പോഴും ബി കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു വിചാരിച്ചു. ബി കോൺസ്റ്റന്റ് ആണ് 0.5. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയതിന്റെ 9 ഇരട്ടി കിട്ടുന്നു. എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടെത്തുമ്പോൾ എ കോൺസ്റ്റന്റ് 0.5 എടുത്തു, അപ്പൊ നമുക്ക് എക്സ് കിട്ടി. എ 1 എടുത്തപ്പോ 4x കിട്ടി. എ എന്താ പറയാ 1.5 എന്ന് പറഞ്ഞാൽ 3 മടങ്ങ് എടുത്തപ്പോ 9x കിട്ടി. ഓർത്തോളം ബി കോൺസ്റ്റന്റ് ആണ്, ബിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് എയുടെ കോൺസെൻട്രേഷന്റെ എത്രയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിന്റെ സ്ക്വയർ ആയിട്ടാണ് റേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? എ എടുത്തപ്പം എ തന്നെ കിട്ടി, എക്സ് തന്നെ കിട്ടി. എ ഡബിൾ ആക്കിയപ്പം ദാറ്റ് ഈസ് 2a ആക്കിയപ്പം 2ന്റെ സ്ക്വയർ 4 കിട്ടി. ഇനി 3 ആക്കിയപ്പം അതിന്റെ സ്ക്വയർ 9 കിട്ടി. ഓക്കെ, അപ്പോ എയുടെ കോൺസെൻട്രേഷന്റെ ടേം മാത്രം എടുത്താൽ, ദാറ്റ് ഈസ് എയുടെ കോൺസെൻട്രേഷൻ ടേം എടുത്താൽ എയുടെ കോൺസെൻട്രേഷൻ എത്രയായാലും ശരി അതിന്റെ മുകളിൽ 3 എന്നിട്ടാൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റേറ്റ് കിട്ടും. റൈറ്റ്? ഇനി ഇതൊന്നും കിട്ടിയിട്ട് ഒരു വ്യത്യാസമില്ല, എക്സ് 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 തന്നെ, അല്ലെങ്കിൽ ആ രീതിയിലാണ് പോകുന്നത് വെച്ചോ, എയുടെ കോൺസെൻട്രേഷൻ അത് സ്വാധീനിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ എ നമ്മള് 0.5 എടുത്തപ്പോ എക്സ് കിട്ടി, നേരെ ഇരട്ടിയാക്കിയപ്പോ 4x കിട്ടി, 3 മടങ്ങാക്കിയപ്പോ 9x കിട്ടി. എന്ന് പറഞ്ഞാൽ എയുടെ പവർ 3 ആയിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും ഇതിന്റെ റിയാക്ഷൻ റേറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതണം? R is equal to K into A raised to X. That is A raised to 3 എഴുതുക. Okay, and B raised to 1 for example. Right? ഇനി ഇവിടെ എ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, ബി മാറ്റി. റൈറ്റ്? ബി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കത് 2x ആണ്. ഇവിടെ എ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, ഇവിടെ 1.5 എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ 3 മടങ്ങാക്കി. അപ്പൊ നമുക്ക് 3x ആണ് കിട്ടുന്നത്. എ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, ബി ആദ്യം 0.5 എടുത്തപ്പോ x കിട്ടി, ബി അതിന്റെ നേരെ ഡബിൾ ആക്കിയപ്പോ 2 മടങ്ങാക്കിയപ്പോ 2x കിട്ടി, 3 മടങ്ങാക്കിയപ്പോ 3x കിട്ടി. അപ്പൊ നോക്കുമ്പോൾ എന്ത് മനസ്സിലാവുന്നത്? എത്രയാണോ ഇരട്ടി വർദ്ധിപ്പിക്കുന്നത് അതിനനുസരിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലെ? അപ്പൊ നമുക്കിവിടെ ബി റൈസ് ടു 2 എന്നിടാൻ പറ്റൂ. സോറി, ഹിയർ ഇറ്റ് ഈസ് നമ്മൾ പറഞ്ഞ് സ്ക്വയർ ആയിട്ട് പോകുന്നത്, അല്ലെ? സോ ഇറ്റ് ഈസ് 2. Okay, there is a confusion arise. That is 0.5 x 1 0.5 4x 1.5 ഇത് 2a ഇത് 3a ഇത് again 0.5 9x ഏടെ ചേഞ്ച് ചെയ്തിട്ട് ബി കോൺസ്റ്റന്റ് ആക്കിയപ്പോ 2ന്റെ സ്ക്വയർ 4 3ന്റെ സ്ക്വയർ 9 അങ്ങനെയാണ് പോകുന്നത്. സോ കോൺസെൻട്രേഷൻ ഇസ് ടേക്കൺ ആസ് സ്ക്വയർ. ഞാനത് 3 എന്നാണ് ഇട്ടിരിക്കുന്നത്, റിയലി സോറി. സോ 2 സ്ക്വയർ 2. ഓക്കെ, ഇനി നമ്മള് എയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, ബി മാറ്റുക. 0.5x കിട്ടി, 1 കിട്ടിയപ്പോ 2x കിട്ടി, 1.5 3 മടങ്ങാക്കിയപ്പോ 3x കിട്ടി. ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇത് x ഡബിൾ ആക്കിയപ്പോ 2x, 3 ടൈംസ് ആക്കിയപ്പോ 3x. അപ്പൊ നമുക്ക് ബിയുടെ പവർ ഒരിക്കലും 2 എന്നിടാൻ പറ്റില്ല. 2 ആണെങ്കിൽ എന്താ ഇതിന്റെ സ്ക്വയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, അല്ലെ? ഡബിൾ ആക്കുമ്പോൾ 4 കിട്ടണം,
3 ടൈംസ് ആക്കുമ്പോൾ 9 കിട്ടണം, 4 ടൈംസ് ആക്കുമ്പോൾ 16 കിട്ടണം. ഇവിടെ സ്ക്വയർ ഇടാൻ പറ്റില്ല. സോ വി പുട്ട് ഇറ്റ് ആസ് 1. എന്നാൽ ഇതിന്റെ ഇരട്ടിയാക്കുമ്പോൾ ഇതും ഇരട്ടിയാവും. വീണ്ടും 3 മടങ്ങാക്കുമ്പോൾ 3 മടങ്ങാക്കും. സോ ദ പവർ ഈസ് put as 1, that is y is equal to 1. ഇനി ഇതന്നെ സംഭവിക്കണമെന്നില്ല. ചിലപ്പം എന്താ പറയാ, ഇത് നേരെ ഡബിൾ ആക്കി, that is 2b ആക്കി. അപ്പൊ നമുക്ക് 8x കിട്ടും, 8 മടങ്ങ്. ഇനി 1.5 ആക്കി, that is 3b. ഇത് b ആയിട്ട് എടുത്തോളൂ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ b, ഇത് 2b, ഇത് 3b. 3b ആക്കിയപ്പോ നമുക്ക് 27x എന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടിയതിന്റെ 27 മടങ്ങ് കിട്ടി. റൈറ്റ്? എ കോൺസ്റ്റന്റ് ആണ്, ബി ആദ്യം 0.5 എടുത്തപ്പോ x കിട്ടി, പിന്നെ 1 എടുത്തപ്പോ 8 ടൈംസ് വർദ്ധിച്ചു, പിന്നെ 1.5 എടുത്തപ്പോ 27 ടൈംസ് വർദ്ധിച്ചു. അപ്പൊ നമ്മള് ബിയുടെ പവർ എത്രയായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് അതിന്റെ പോക്ക്? 0.5 എടുത്തപ്പോ x ആണ്, പക്ഷെ 2b ഇട്ടപ്പോ 8x. അപ്പോ 2b റൈസ് ടു y is equal to 8x എന്നാണ്. ഇവിടെ 8 കിട്ടണമെങ്കിൽ ഇതിന്റെ പവർ തീർച്ചയായിട്ടും എന്തായിരിക്കണം? 3 ആയേ പറ്റുള്ളൂ അല്ലെ? ഇതിന്റെ പവർ 3 ആയേ പറ്റുള്ളൂ. That is 2 raised to 3 which is equal to 8. 2 raised to 3 is equal to 8. b is equal to x itself. b is equal to x itself. ഇനി ഇവിടെ 3 ടൈംസ് ആക്കിയപ്പോൾ 3b raised to, ഇവിടെ 3 കിട്ടിയാൽ പറ്റും. That is 3 raised to 3 is equal to 27. റൈറ്റ്? അപ്പൊ ബിയുടെ പവർ 3 എടുത്ത് വരും. ബിയുടെ പവർ നമ്മൾ എന്താക്കുന്നു? 3. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് റേറ്റ് ഇക്വേഷനിലുള്ള പവർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അത് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അത് ബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ട് യാതൊരു ബന്ധമില്ലെന്നല്ല, അത് തുല്യമാണെന്ന് നിർബന്ധമില്ല എന്നർത്ഥം. സോ ഇറ്റ് ഈസ് പ്യൂർലി എക്സ്പെരിമെന്റൽ. ഓക്കെ, so we are coming back to 2NO plus O2 gives 2NO2. Okay, ഇവിടെ number of molecules collide with each other to form the products which is equal to 2 plus 1, that is 3. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്നു, അതിന്റെ എലിമെന്ററി സ്റ്റെപ്പിൽ എത്ര മോളിക്യൂൾസ് ആണ് കൊളിഷനിൽ ഏർപ്പെടുന്നത് അതിന് നമ്മൾ മോളിക്യുലാരിറ്റി എന്ന് പറയും. മോളിക്യുലാരിറ്റി, നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർ കൊളിഷൻ in an elementary step of a reaction. Here it is 2 plus 1 is equal to 3. അപ്പൊ ഒരു റിയാക്ഷൻ നടക്കുമ്പോ അതിന്റെ എലിമെന്ററി സ്റ്റെപ്പില് എത്ര മോളിക്യൂൾസ് കൊളൈഷൻ നടക്കുന്നില്ലേ, കൊളൈഡ് ചെയ്യുന്നു എന്നതാണ് അതിന്റെ മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ 2 plus 1 is equal to 3 എന്ന് പറയാം. പക്ഷെ ദിസ് വൺ സം ഓഫ് ദ പവേഴ്സ്, ദാറ്റ് ഈസ് x plus y or x plus y plus z, എത്ര പവർ ഉണ്ടോ അതൊക്കെ. സോ സം ഓഫ് ദ powers of the concentration term, sum of the powers of the concentration term in a rate equation, in a rate equation, sum of the powers of the concentration term in a rate equation. ഞാൻ പറഞ്ഞു റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെന്റൽ ആണ്, അപ്പോൾ അത് മൊത്തം എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. സോ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ concentration term in a rate equation is called order of the ഓർഡർ ഓഫ് റിയാക്ഷൻ. അപ്പൊ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം മനസ്സിലാവും. ഒരു ബാലൻസ് ഇക്വേഷൻ നമുക്ക് എക്സ്പെരിമെന്റ് ആവശ്യമില്ല, നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആക്കിയിട്ട് എഴുതാൻ പറ്റും. സോ ഇറ്റ് ഇസ് പ്യൂർലി തിയററ്റിക്കൽ ആണ്. പക്ഷെ ഇതെന്താണ്? ഇത്
എക്സ്പെരിമെന്റൽ ആണ്. ഇത് എക്സ്പെരിമെന്റൽ ആണ്. അത് എക്സ്പെരിമെന്റിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഡബിൾ ആകുമ്പോൾ ഡബിൾ ആവാം, ഡബിൾ ആകുമ്പോൾ 4 ടൈംസ് ആവാം, അല്ലെങ്കിൽ ഡബിൾ ആകുമ്പോൾ 8 ടൈംസ് ആവാം, അങ്ങനെ പല വിധത്തിൽ മാറിക്കൊണ്ടിരിക്കാം. അപ്പോ അതനുസരിച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കിട്ടുന്ന കാര്യമാണ് നമ്മളിവിടെ എഴുതുന്നത്. സോ ദിസ് ഓൾവേസ് പ്യൂർലി എക്സ്പെരിമെന്റൽ, ബട്ട് മോളിക്കുലാരിറ്റി ഈസ് തിയററ്റിക്കൽ. അപ്പൊ ഒന്നാമത്തെ ഡിഫറൻസ് എന്താണ്? മോളിക്കുലാരിറ്റിയും ഓർഡറും തമ്മിലുള്ള molecularity is the number of molecules collide in an elementary step of a reaction. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. And order is sum of the powers of the concentration term in a rate equation. First difference. രണ്ടാമത്തത് molecularity is theoretical, but order is experimental. എക്സ്പെരിമെന്റ് കിട്ടുന്ന അനുസരിച്ച് മാത്രമായിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ 0 ആവാൻ കഴിയും. ഇവിടെ 0 ഇട്ടാൽ there is no reaction. അതല്ലേ 0 NO plus 0 O2 gives 0 NO2 എന്ന് പറഞ്ഞാൽ there is no reaction. So മോളിക്കുലാരിറ്റിയുടെ വാല്യൂ never be 0, never be 0, but order can be 0. 0 ആവാം. വളരെ കുറഞ്ഞ റിയാക്ഷൻസ് അങ്ങനെയുണ്ട്. 0 ഓർഡർ വളരെ കുറഞ്ഞത്. ബട്ട് മോളിക്കുലാരിറ്റി ഈസ് നെവർ ബി 0. ഒരിക്കലും 0 ആവില്ല. 0 ഇവിടെ ബാലൻസ് ഇക്വേഷൻ 0 മുന്നിട്ട് അതിന്റെ അർത്ഥം നോ റിയാക്ഷൻ എന്നാണ്. അപ്പൊ അത് പോസിബിൾ അല്ല. പക്ഷെ ഓർഡറിന്റെ കേസിൽ 0 വാല്യൂ പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഇവിടെ ബാലൻസ് ഇക്വേഷൻ നമ്മൾ എപ്പോഴും ഒരു ഇന്റഗ്രൽ വാല്യൂ ആണ് ഇടുന്നത്, അല്ലെ? ഇന്റഗ്രൽ വാല്യൂ ആണ് ഇത്. പൊതുവെ നമ്മൾ ഇന്റഗ്രൽ വാല്യൂ ആണ് ഇടാറ്. നമ്മുടെ സൗകര്യാർത്ഥം ചില കാൽക്കുലേഷൻ ഒക്കെ ഫ്രാക്ഷണൽ വാല്യൂ ഇടാറുണ്ട്. പക്ഷെ ഇത് പൊതുവെ മോളിക്കുലാരിറ്റി നമ്മൾ ഇന്റഗ്രൽ വാല്യൂവിലാണ് ചെയ്യുന്നത്. പക്ഷെ ഓർഡർ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ വാല്യൂ ആവും. കാരണം എന്താണ്? വീണ്ടും അത് എക്സ്പെരിമെന്റൽ ആണ്. ഇപ്പോ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി, അപ്പൊ നമുക്ക് കിട്ടുന്ന റേറ്റ് 1.5 മടങ്ങാണെങ്കിൽ നമുക്ക് 1.5 അല്ലെങ്കിൽ ആ ഫ്രാക്ഷണൽ വാല്യൂ ഇട്ടേ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ പൊതുവെ നമ്മൾ ഇന്റഗ്രൽ വാല്യൂ ആണ് മോളിക്കുലാരിറ്റിയുടെ കേസിൽ അല്ലെങ്കിൽ ബാലൻസ് ഇക്വേഷൻ ചെയ്യുന്നത് മോളിക്കുലാരിറ്റിയുടെ കേസിൽ. പക്ഷെ ഓർഡറിന്റെ കേസിൽ ഫ്രാക്ഷണൽ വാല്യൂസ് പോസിബിൾ ആണ്. സോ ഐ ഹോപ്പ് എന്താണ് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സം ഓഫ് ദ പവേഴ്സ് of the concentration term in a rate equation, that is order. ആ സം ഓഫ് ദ പവർ 0 കിട്ടിയാൽ നമ്മൾ അതിനെ 0 ഓർഡർ റിയാക്ഷൻ, 1 കിട്ടിയാൽ ഫസ്റ്റ് ഓർഡർ, 2 കിട്ടിയാൽ സെക്കൻഡ് ഓർഡർ, 3 കിട്ടിയാൽ തേർഡ് ഓർഡർ. റൈറ്റ്? അപ്പൊ ഇവിടെ x plus y or x plus y plus z എത്രയാണോ ഉള്ളത് അത്രയും. ആ സമ്മ് 0 ആണെങ്കിൽ 0 ഓർഡർ റിയാക്ഷനും, 1 ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും, 2 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷനും, 3 ആണെങ്കിൽ തേർഡ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ക്യാൻ ബി 0. അമോണിയയുടെ ഡീകമ്പോസിഷൻ ഒരു എക്സാമ്പിൾ ആണ്. Decomposition of ammonia is an example of 0 order reaction. That is 2NH3, 2N2 plus 3H2. is N2 plus 3H2. Okay, this is an example of 0 order reaction. നമ്മളിത് ചർച്ച ചെയ്തത് റേറ്റ് ഓഫ് റിയാക്ഷൻ ഓർ റേറ്റ് ഇക്വേഷൻ ഓർ റേറ്റ് ലോ, അതേപോലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് കോൺസെൻട്രേഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിൽ ലോ ഓഫ് മാസ് ആക്ഷൻ, റേറ്റ് ലോ എക്സ്പ്രഷൻ, പിന്നെ
ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ പോയിന്റ് ഇസ് ക്ലിയർ. താങ്ക് യു ഫോർ വാച്ചിങ്.